ഹായ് ഫ്രണ്ട്സ്, ചീരുള്ളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരം വൈകുന്നേരം ഇങ്ങനെ വരികയാണ്. എല്ലാവരും വീട്ടിലൊക്കെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നൊക്കെ ഒരു സമയമല്ലേ. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ ഇവിടെ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചീൻ്റെ ഏട്ടനെ എത്തിയിട്ടുണ്ട്, വലിയ ഏട്ടനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് കുറച്ച് നേരത്തെ പറഞ്ഞു കേട്ടോ, ഈ വലിയ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ, ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കി തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോണേ. ഇതുവരെ ചിലപ്പോൾ ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ പറഞ്ഞു തന്ന ഒരാളുണ്ട്, അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണ സംഭവത്തിൻ്റെ പേരാണ് അവിൽ എഗ് റോസ്റ്റ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, അവിൽ എഗ് റോസ്റ്റിക്കുള്ള സംഭവങ്ങൾ ഇതാ മേശപ്പുറത്ത് ഞാൻ അടിപൊളിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇത് അവിൽ കേട്ടോ, ഇത് ഈ വെള്ള അവിലാണ്, പേപ്പർ അവിലെന്നും പറയും. ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെ അവിൽ, നൈസായിട്ടുള്ള അവിൽ ഇതന്നെ വേണം കേട്ടോ. പിന്നെ വേണ്ടതാ ചിക്കൻ മസാല കുറച്ച് വേണം, ഉപ്പ്, വെല്ലുള്ളി, മുട്ട, ഇത്രയും സാധനങ്ങൾ മതി. നമുക്ക് വേഗം വെല്ലുള്ളി അരിയാൻ നോക്കാം. അപ്പം ഞാൻ 1 കിലോ അവിലാണ് ഇട്ടെടുത്തത്. അതിക്ക് ഞാൻ 3 വെല്ലുള്ളിയാണ് എടുക്കാൻ പോണേ. പിന്നെ ഒരു 10 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ചെറുതാക്കിയിട്ട് അരിയണേ. മാക്സിമം എത്രത്തോളം ചെറുതാക്കാം അത്രത്തോളം ചെറുതാക്കണേ. അപ്പോൾ അതാ 3 വെല്ലുള്ളി നമ്മൾ അരിഞ്ഞ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകണം അറിയോ, വേറൊരു പാത്രത്തിൽ നമുക്ക് ഈ 10 മുട്ടയും പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. അപ്പം ഞാൻ എന്താ നമ്മൾ ചെയ്യാൻ പോകണം അറിയോ, നമ്മൾ അരിഞ്ഞ ഈ ഉള്ളിയും ഈ ഉപ്പും ചിക്കൻ മസാലയും കൂടി കൂട്ടിയിട്ട് ഈ മുട്ടയിലിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. ഇത് പറഞ്ഞാൽ 1 കിലോ അവിലാണ് കേട്ടോ ഞാനെടുത്തത്. അതിക്ക് 10 മുട്ട. അപ്പോൾ വീട്ടിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ അവിൽ, കൂടുതൽ മുട്ട ഒക്കെ ചേർക്കണേ. ഇതാ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂണ് നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പോരാൻ തോന്നുകയാണെങ്കിൽ ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതിങ്ങനെ മിക്സ് ചെയ്യണേ. ഇത് കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് മനു. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. നമുക്കറിയാലോ, അത് ഞാൻ എന്തുണ്ടാക്കി തന്നാലും പിന്നെ നമുക്കറിയാലോ. ആ പേഷൻ ഫ്രൂട്ട് ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഉപ്പിട്ടത് അത് അതിൻ്റെ രീതിക്കാണ്ട് പോയിന് അല്ലേ മനു? എനിക്കിഷ്ടായിരുന്നു അത്. ആ ഇതിക്ക് 2 ഇല്ലി കരിവേപ്പിനും കൂടി ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവില്ലേ? നമ്മളിവിടെ ഉണ്ട് കേട്ടോ. ഇടത്തുമ്പോൾ കാണാതെ നമുക്ക് ഇന്ന് 2 പൊട്ടിച്ചുകൊണ്ടിരാം. അപ്പം നമുക്ക് ഇതാ ഈ കരിവേപ്പിന്ന് നല്ലൊരു ഇല എടുക്കാം കേട്ടോ. ഇത് ഈ കരിവേപ്പ് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് ശോഷിച്ചിങ്ങനെ നിൽക്കുന്നു. ഏട്ടൻ എന്തൊക്കെയോ ഐഡിയപരമായി വളപ്രയോഗങ്ങളൊക്കെ ചെയ്തിട്ട് ഉണ്ടായതാണ്. അപ്പോൾ ഏട്ടൻ കാണുന്നതിൻ്റെ മുന്നേ നമുക്ക് ഞാൻ തൽക്കാലം എടുക്കണുള്ളൂ. ഇതാ അപ്പോൾ ഇതാ ഇത്രയും വലിയ കരിവേപ്പിൻ്റെ ഒരു ഇല്ലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ഇങ്ങനെ വളരാൻ വേണ്ടി ഏട്ടനൊരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാർ ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിക്ക് ഇടാൻ പോവുകയാണേ. ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉള്ളി മുറിച്ച് ഇങ്ങനെ ഇടാം. അപ്പോൾ അതാ നമ്മളെ മുട്ടേൻ്റെ ഉള്ളിൻ്റെ ബാറ്ററി നല്ലപോലെ അടിപൊളിയായി റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ അവിലും റെഡിയായി കൈ പിടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോവാം. ഇതാ നമ്മൾ ഗ്യാസ് എത്തിക്കാം കേട്ടോ. ഇതേപോലത്തെ ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. നമ്മൾ ഈ മുട്ടേൻ്റെ ഉള്ളിൻ്റെ ഒക്കെ ഈ ബാറ്ററി ഇതിക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഈ വെളിച്ചെണ്ണയ്ക്ക്. ഇത് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കാരണം സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഞാൻ സിമ്മിൽ വെച്ചതാണേ. ഇത് നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ മുട്ട കണ്ടില്ലേ, ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ അവിലിതിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ സിമ്മിലിട്ട് ചെയ്യണേ, അധികം ചൂട് വേണ്ട. അപ്പോൾ നമ്മൾ അവിലിട്ട് കൊടുക്കണേ. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ വേറെ സംഭവം, ഈ ഒരു സംഭവത്തേക്ക് നമ്മൾ മുട്ട കുറച്ച് കൂടുതൽ എടുക്കുന്നത് അത്രയും കൂടി നല്ലതാണേ. ടേസ്റ്റ് കൂടും. ഒന്നാമത് അവിലല്ലേ, വെള്ളം അങ്ങോട്ട് പിടിക്കുന്ന സംഭവമാണല്ലോ. അപ്പം നമ്മളെ സംഭവം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് അതിലൊരു ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കിയിട്ടേ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് നേരം അടച്ച് വെച്ചാൽ മതി. അപ്പോൾ എന്താ അറിയുമോ അടച്ച് വയ്ക്കുമ്പോൾ സംഭവിക്കുക, അപ്പോൾ ഈ ഒരു ഉള്ളിയില്ലേ, നമ്മളാ ഒന്ന് വാട്ടൊന്നും ചെയ്യാതെയാണല്ലോ ഉള്ളി മുട്ടയ്ക്ക് ഇട്ടെടുത്തത്. അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ അതിൽ കിടന്ന് ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് വേവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചേക്കാൻ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാം കേട്ടോ.
ഞാൻ 2 മിനിറ്റ് വരെ അവിടെ നിൽക്കട്ടെ. നമ്മളെ സംഭവം ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങിക്കാം. ചൂടുണ്ടോ? കുറച്ച് ചൂടുണ്ട്. സാധ്യത വേഗം വാങ്ങാം. അതാ വാവ്, നല്ല മണം വരില്ലേ മനു? അതിലേറെ കുറച്ചും കൂടി മണം ഇപ്പോൾ വരുത്തി തരാം. അതെന്താ അറിയോ? അതാ ഇത് മല്ലിച്ചപ്പാണേ. ഇപ്പോൾ വിചാരിക്കും ഇത് എന്തൊരു മല്ലിച്ചപ്പാന്ന്. ഇത് എല്ലാവർക്കും അറിയുണ്ടാവും, വീട്ടിലുണ്ടാവണ സാധാരണ മല്ലിച്ചപ്പാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലിട്ട് കൊടുക്കാം. അടിപൊളി സ്മെല്ലായി. ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ല ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്ന് എനിക്ക്. പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് 2 മഹത് വ്യക്തികളുണ്ട് നമുക്കിന്ന്. അപ്പോൾ ഓരെന്നെ പറഞ്ഞോട്ടെ ഇതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രം ഉണ്ടെന്ന്. നമുക്കിതിന് 2 പ്ലേറ്റിക്ക് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ കണ്ടാൽ അവിലാണ് തോന്നുമോ മനോ? എന്താ തോന്നണേ? വേറെന്താ? അപ്പോൾ അതാ ഗസ്റ്റ് 2 ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചായയാണ് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോണേ. അപ്പോൾ ചായ പാരാണ്. അപ്പോൾ എന്താ വെച്ചാൽ നേരം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ഒരു ചായക്കടീൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതാ ചേട്ടാ ചായ കുടിക്കും ആദ്യം. ചായ ഇനി ചായ കുടിച്ചിട്ട് അവിടെ വെച്ചോളൂ. നമുക്ക് അഭിപ്രായം പറയാനുള്ളത് ചായനെ കുറിച്ചല്ല, നമുക്ക് അഭിപ്രായം പറയാനുള്ളതാ ഇതാണ് സംഭവം. ഇതിപ്പോൾ ഉണ്ടാക്കിയതാ. കഴിക്കാലോ അല്ലേ? ഓ കഴിക്കാമല്ലോ അല്ലേ? എന്താ ചേട്ടാ? രണ്ടാളും ആലോചിച്ച് കഴിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞോളി, എന്താണെന്ന് മനസ്സിലായോ? സംഭവം എന്താന്ന് മനസ്സിലായോ? അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവിലാണ്. നിങ്ങൾക്ക് മനസ്സിലായിന്നോ? അടിപൊളിയായിട്ടുണ്ടോ? ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. പിന്നെന്താ ചേർത്തയില്? നല്ല രസമുണ്ട്. കോഴിമുട്ടന്റെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ അവലുണ്ട്, ഉള്ളി, പിന്നെന്താ വേറെന്തോ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ചിക്കന്റെ ഒരു ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. ചിക്കൻ മസാല ഉണ്ട്. നിങ്ങൾ പോലെ നിങ്ങൾ തിന്നോളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നിങ്ങൾ തിന്നോളി. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം നല്ല ഉഷാറുണ്ട്. ഇതിന്റെ വലിയേട്ടനാണ്, ഇത് അച്ചേട്ടനാണ് കേട്ടോ, ചേച്ചീൻ്റെ ഏട്ടൻ. അച്ചേട്ടൻ എനിക്ക് അറിയാൻ മതിയാവും, നമ്മളാരും വീഡിയോ ചെയ്തേന്നല്ലോ. ഏത് ചേച്ചിക്കൊരു സർപ്രൈസ് കൊടുത്തപ്പോൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, ആ ചേച്ചീൻ്റെ കുഞ്ഞേച്ചീൻ്റെ അച്ചേട്ടനാണ്. കടയൊക്കെ ഗംഭീരമായി പോണില്ലേ ചേട്ടാ? ഇപ്പോൾ ഈ ഇപ്പം ലോക്ക് നിങ്ങളെ ബാധിച്ചില്ലേ? കുറച്ചൊക്കെ എല്ലാവരും ബാധിച്ചു. കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലേ? വലിയേട്ടനോ? എരിവുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഈ ഗ്രീൻ പീസ് ഒക്കെ തിന്നു, അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ട്. വേറെ ഒരു വെറൈറ്റി ആണെന്നുള്ളൂ. സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കാമല്ലോ, അതിലൊക്കെ ചെറിയ പൈസയല്ലേ ഉള്ളൂ. അതാണേ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ. ഇപ്പം എല്ലാവരും ലോക്കായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കടികളൊക്കെ ഇങ്ങനെ വൈകുന്നേരം കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സംഭവം. അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ 2 ആളും പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്നൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിവിടെ നല്ല നല്ല വീഡിയോസ് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. ഇനി ഞാൻ കഴിച്ചില്ല, ശരി. ഞാൻ കഴിച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയണ്ടല്ലോ. സൂപ്പർ തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നിട്ടുണ്ട് എല്ലാവരോടും. ഇതാരാ എനിക്ക് പറഞ്ഞെന്നറിയോ? വിനാട്ടൻ. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഇവിടെ കുറച്ച് ദിവസം ഞാൻ നിൽക്കല്ലേ. അതാണ് അത് പറഞ്ഞു വരിക ഞാൻ. അപ്പൊ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് നമ്മൾ ഇവിടെ നിൽക്കല്ലേ കുറച്ച് ദിവസം. അപ്പൊ അവിടെ ആകുമ്പോൾ ഓല് ഇതേപോലെ ഇങ്ങനെ ഒറ്റയ്ക്കല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ വിചാരിച്ചങ്ങാണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വിനാടിന് എന്താ പറയാ, 2 ആളെ അഭിപ്രായം കിട്ടിയില്ലേ? വിനാടിനൊരു തമ്പ്. എന്നായിക്കോട്ടെ.